വർഷം തുടർച്ചയായി നിതീഷ് കുമാർ, അത് ഏത് മുന്നണിയുടെ ഭാഗത്തായിട്ടാണെങ്കിലും മുഖ്യമന്ത്രിയായി ഇരുന്നിട്ടും ഇനിയും ഈ നിതീഷ് കുമാറും NDAയുമായിട്ടുള്ള സഖ്യമാണ് വീണ്ടും അവിടെ ഭരണത്തിൽ വരുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ല. ഇത്രയും വർഷം തുടർ ഭരണം നടത്തിയിട്ടും ആ ഗ്രാഫിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാത്ത ഒരേ ഒരു സംസ്ഥാനം ബീഹാറാണ്. അപ്പം ഇനി അതേ ഗ്രാഫിൽ തന്നെ ഞങ്ങൾ നിന്നാൽ മതിയെന്ന് ആ നാട്ടിലെ ജനങ്ങൾ നിർബന്ധം പിടിച്ചാൽ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. അങ്ങനെ നിർബന്ധം പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് 14-ാം തീയതി വരെ കാത്തിരിക്കണം. എങ്കിലും ഈ അഭിപ്രായ സർവേയൊക്കെ പണ്ട് കൃത്യമായിട്ട് വരുമായിരുന്നു. നമുക്ക് സർവേ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു പഴയ പേര് പ്രണയ് റോയ് ഇല്ലേ? ആ കൃത്യമായി അത് ഇത്രയും സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ്. ഇപ്പം എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇപ്പോഴത്തെ പല എക്സിറ്റ് പോളുകൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ആരെങ്കിലും എവിടുന്നെങ്കിലും കുറേ പേര് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ സർവേ എന്ന് വെച്ചിട്ടൊക്കെയാണ് വരുന്നത്. എന്തുമായിക്കൊള്ളട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.